രമാദേവി രവീന്ദ്രൻ്റെ കരസ്പർശമേറ്റപ്പോൾ വിടർന്ന 3 പൂവുകളാണ്. കവിതയല്ലിത് ഹൃദയമാണ് രേവമ്മ, മണൽക്കാറ്റിലടരാത്ത മഞ്ഞുപൂക്കൾ. നീണ്ട 35 വർഷം അബുദാബിയിലെ മണൽക്കാറ്റ് ഏൽക്കുമ്പോഴെല്ലാം കണ്ണുകളിൽ നാട്ടുപച്ചയെ നിറച്ച് മരുഭൂവിലെ മരുപ്പച്ചയായി തൻ്റെ കവിതകളും കഥകളും പിറക്കുകയായിരുന്നു. ചുട്ടുപൊള്ളുമ്പോൾ തണലായും തൊണ്ട വറ്റുമ്പോൾ കുടിനീരാക്കിയും നീണ്ട നോവിൻ്റെ നോമ്പുകാലം തള്ളി നീക്കി. നാടുകാണാൻ ദാഹിക്കുമ്പോഴെല്ലാം കവിതകളെയും കഥകളെയും കൈക്കുമ്പിളിൽ കോരിയെടുത്ത് തൊണ്ട നനച്ച് ഗദ്ഗതങ്ങളെ ഊട്ടിയുറക്കിയവൾ. ജന്മതീരത്ത് വേരുറയ്ക്കുകയെന്നാൽ തന്നിൽ സർഗാത്മകതയുടെ പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കലാണെന്ന് എഴുത്തുകാരി ഓരോ രചനയിലൂടെയും നമ്മോട് പറയാതെ പറയുന്നുണ്ട്. ഒട്ടുമിക്ക കഥകളിലും അമ്മിഞ്ഞയുടെ ഗന്ധമുണ്ട്, മണൽക്കാറ്റിൻ്റെ ചുട്ടുപൊള്ളലുണ്ട്, അടരാത്ത മഞ്ഞുപൂക്കളുടെ നേരിയ കുളിരുണ്ട്, വേർപാടുകളെ നെഞ്ചിലേറ്റിയവളുടെ തോരാത്ത കണ്ണീരുണ്ട്, ഒരിറ്റു പ്രണയ മഴയുമുണ്ട്. രമാദേവി രവീന്ദ്രൻ്റെ കവിതകളെല്ലാം കൈവഴികളായി പിരിഞ്ഞങ്ങനെ ഒടുവിൽ ഇടറിയ ഹൃദയത്തിലേക്ക് തന്നെ ചെന്നു പതിക്കുകയാണത്രേ. ഓരോ സൃഷ്ടികളും ഓരോ അനുഭവങ്ങളായി നമുക്ക് പകർന്നു തരികയാണ് രമാദേവി രവീന്ദ്രൻ.